ഒരു മനുഷ്യൻ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്താ കാര്യം? അവൻ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് പകരക്കാരനായാണ്. അവൻ ഏറ്റെടുത്തത് എൻ്റെ പാപങ്ങളാണ്. അവൻ മൂലമാണ്, അവൻ്റെ നാമം മൂലമാണ് ഞാൻ വിടുവിക്കപ്പെട്ടത്. ദൈവപൈതലേ, നീ എന്ന് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, നിൻ്റെ പാപങ്ങൾ നീ മരിക്കുന്നതിന് പകരം നിത്യമായി മരിക്കുന്നതിന് വേണ്ടി മരിക്കുന്ന പകരം അവൻ മരിച്ചു. അവൻ്റെ ആ മരണത്തെ, പാപത്തെ ഏറ്റെടുത്തത് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന് അത് നിനക്ക് വേണ്ടിയാണെന്ന് നീ വിശ്വസിച്ചാൽ യു വിൽ ബി സേവ്ഡ്. നീ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാകും. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവപൈതലേ, നീ ഇപ്പോൾ ഒരു ചെളിക്കുണ്ടിൽ കിടക്കണമെന്ന് വിചാരിച്ചോ? നീ എന്തോ നിനക്ക് ആവശ്യമുള്ള എന്തോ എടുക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് പോയി നീ ഒരു കിണറ്റിൽ വീണെന്ന് വിചാരിച്ചോ? ഒരു പൊട്ടക്കിണറ്റിൽ വീണ, അപ്പം നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. നിന്നെ രക്ഷിക്കാൻ വന്ന ആള് നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ അയാളുടെ കൈയും കാലും മുഴുവൻ മുറിഞ്ഞ് ചോര വാർന്ന പരിക്ഷീണനായിപ്പോയി. അയാളുടെ ചോരപ്പാട് കണ്ടാൽ നിനക്ക് എന്ത് തോന്നും? ഞാനിങ്ങനെ ഒരു കുരത കാണിച്ച് ചാടിയത് കൊണ്ടല്ലേ ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ചോര വാർത്തു പോയത്. അപ്പോൾ അത് നിനക്കുണ്ടാകണം എന്താണ്? ആ ചോരപ്പാട് കാണുമ്പോൾ പശ്ചാത്താപം അല്ലേ? നീ അരുതാത്ത കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് ഒരു മനുഷ്യനെ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഇല്ലായിരുന്നെങ്കിൽ നീ രക്ഷപ്പെടാത്ത ആ അവസാനം നിത്യമരണം ആയിരുന്നില്ലേ എന്ന് ഓർത്തുകൊണ്ട് നിനക്കൊരു വേദന തോന്നാം. ക്രിസ്തുവിൻ്റെ കുരിശുമരണം കാണുമ്പോഴേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ പരിഹാരം അവൻ ഏറ്റെടുക്കാതിരുന്നെങ്കിൽ നമ്മളും പട്ടി ചാകണ പോലെ ചത്ത്, ഈ പന്നി ചാകണ പോലെ ചത്ത്, പക്ഷികൾ ചാകണ പോലെ ചത്ത് മൺമറഞ്ഞു പോകത്തില്ലേ? നമുക്ക് നിത്യജീവൻ കിട്ടത്തില്ലായിരുന്നല്ലോ. ഓർക്കുക, ഇത് പറയണത് ജോസഫ് അച്ഛനാ. എന്താ കാര്യം? ഞാൻ മാതാവിനെ നേരെ കണ്ടൊരാളാണ്. അപ്പോൾ മാതാവിനെ ജീവനോടെ കണ്ട ആളാണ്. എനിക്കറിയാം പുനരുദ്ധാനം എന്താണെന്ന്, എനിക്കറിയാം നിത്യജീവിതം എന്താണെന്ന്. എന്ന് വെച്ചാൽ എൻ്റെ ദൈവപൈതലെ, എനിക്കും നിനക്കും നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ പാപങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു മുൾക്കിരീടമായി തിരുവിലാവിലും മുറിവായ മുൾക്കിരീടമായി കരച്ചടങ്ങൾ ആണിപ്പെടുത്തായി സർവാംഗം മുറിവായി അവൻ്റെ മുതുകിലാണ് ശത്രുക്കൾ ഉഴുതുമറിച്ചതെന്ന് പറയുമ്പോൾ അവനെ കാണുമ്പോൾ നമ്മൾക്കെന്താണ് തോന്നേണ്ടത്? അവൻ്റെ പീഡാനുഭവം കാണുമ്പോൾ നമുക്കെന്താണ് തോന്നുന്നത്? ഈ മനുഷ്യനെ കണ്ടാൽ അവൻ മനുഷ്യനാണെന്ന് പോലും തോന്നത്തില്ലെന്ന് ഐസക്ക് തോന്നിയെങ്കിൽ നമുക്കെന്താണ് തോന്നേണ്ടത്? പശ്ചാത്താപമില്ലേ? ആ പശ്ചാത്താപത്തിന് ദൈവം നൽകുന്ന മറുപടിയാണ് പരിശുദ്ധാത്മാവ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കുമ്പസാരിച്ചിട്ടും പശ്ചാത്താപം തോന്നാത്തത്? നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ക്രിസ്തു പീഡിതനായെന്ന് നമുക്കൊരു പശ്ചാത്താപം കിട്ടാത്തത് കൊണ്ടാണ്. ഒരു വ്യക്തിക്ക് പശ്ചാത്താപം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധമുണ്ടാകാം.
പക്ഷെ ക്രിസ്തുവിനെ ചേർത്ത് നിൻ്റെ പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിൻ്റെ പകരക്കാരനായി നിനക്ക് വേണ്ടി ഇനി ഡെലിവറായി നീ രക്ഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിനക്ക് പശ്ചാത്താപം തോന്നുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കാം നിനക്കുണ്ടാകുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട് പാപാവസ്ഥയ്ക്ക് വിടുതൽ നൽകിയവനെ ഓർത്തുകൊണ്ട് ദുഃഖം തോന്നണമേ, ആത്മസന്തോഷം നൽകണമേ, ആന്തരികമായ ദുഃഖം തോന്നണമേ, ദുഃഖം തോന്നണമേ. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താണ് മാർഗമെന്ന് അപ്പോസ്തലന്മാരോട് ജനങ്ങൾ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താ മാർഗമെന്ന് പരിശുദ്ധാത്മാവാണ് പത്രോസിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറഞ്ഞു കൊടുത്തത്? യു റിപ്പന്റ്, ദ ഹോളി സ്പിരിറ്റ് വിൽ ബി ഗിവൺ ടു യു. നിങ്ങൾ പശ്ചാത്തപിക്കട്ടെ. ദ വേർഡ് ഓഫ് ഗോഡ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ സ്നാനമാണ് അവൻ സ്വീകരിക്കുന്നത്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയാൽ, അവൻ്റെ നിത്യതയിൽ വിശ്വസിച്ചാൽ, അവൻ്റെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ചെയ്തുവെന്ന് അവൻ കേട്ടറിഞ്ഞാൽ, അങ്ങനെ ലോകത്തിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ നീതിമാനായ മനുഷ്യന് വേണ്ടി ഒരാൾ അങ്ങനെ ചെയ്തെന്ന് വരാം, പക്ഷെ പാപികളായ മക്കൾക്ക് വേണ്ടി ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ പാപികളായിരിക്കെ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവൻ്റെ പരിഹാര മാർഗങ്ങളാൽ ആണ് അവൻ്റെ പീഡാനുഭവത്താലാണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ അതിനാണ് രക്ഷ എന്ന് പറയുന്നത്. അത് നൽകിയത് ദൈവത്തിൻ്റെ സ്നേഹമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദാനമാണ് ആ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ പശ്ചാത്തപിക്കുവേ. സകലരും സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. സഹോദരങ്ങളെ, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്ന മറുപടിയിലാണ് സഭ ജനിച്ചത്, നിത്യത ഈ ഭൂമിയിൽ എന്നും ജനകോടികൾ അവകാശമാക്കിയത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 2:38. അപ്പോസ്തലപ്രവർത്തനം 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവന്റെ നാമത്തിൽ പശ്ചാത്താപം വരുന്നത് അവന്റെ നാമത്തിലാണ്. അവന്റെ നാമത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു പെന്തക്കോസ്ത അനുഭവ ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടിയാണ് ഏറ്റവും വലുത്. പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ നടപടിക്രമം എന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഒരേ സമയം തന്നെ അതൊരു പ്രാർത്ഥനാ രീതി മാത്രമല്ല,
പിന്നെന്താണ്? അതൊരു സുവിശേഷ കൈമാറ്റ രീതിയാണ്. സുവിശേഷ കൈമാറ്റം എന്ന ക്രിസ്തുവിൻ്റെ കൈമാറ്റ രീതിയാണ്. നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുന്നതും ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതും ഉടമ്പടിയെക്കുറിച്ച് പറയുന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് കൃപാസനത്തിൻ്റെ യൂട്യൂബുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കുണ്ട്, അതുകൊണ്ട് 3 ലക്ഷത്തോളം. പക്ഷേ അതേസമയം തന്നെ പത്രമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത് ഏത് വഴിയാണ്? മൗത്താണ്. നിങ്ങൾ ഓരോരുത്തരും സുവിശേഷമാകുകയാണ്. എന്തെങ്കിലും കട്ടപ്പാടൊരു മലയാളിക്കുണ്ടെങ്കിൽ അടുത്ത മലയാളിയോട് സംസാരിച്ചാൽ ഉടനെ പറയും നീ ഉടമ്പെടുക്കാൻ പറയും. എന്താ കാര്യം? മൗത്താണ്. അപ്പം നിങ്ങളെല്ലാവരും കർത്താവ്, അപ്പം നിങ്ങൾ അറിയണം നിങ്ങൾ എന്താ ചെയ്യണമെന്ന്. നിങ്ങളൊരു വേദനപ്പെട്ട ഒരു മനുഷ്യൻ അവൻ്റെ കഷ്ടപ്പാട് നിന്നോട് സംസാരിച്ചാൽ ഇന്ന് അവന് ഉണ്ണാൻ കൊടുക്കാനില്ലെങ്കിലും ഊട്ടുശാല കാണിച്ചു കൊടുക്കാനുള്ള ഒരു അടയാളം ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അവർ നിങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ എന്താണ് ദൈവം നമ്മളെ സഹായിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ 10,000-കണക്കിന് സാക്ഷ്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ ഈസിയല്ലേ സുവിശേഷം കൈമാറ്റം ഏറ്റവും എളുപ്പമായി. നിങ്ങളത് ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ നാത്തൂനാണ്, ആൻറ്റിയാണ്, അത് കൊച്ചാപ്പനാണ്, അയൽവാസിയാണെന്നും പറഞ്ഞുകൊണ്ട് പറയണതല്ല. ആശ്വാസം കൊടുക്കാൻ വേണ്ടി, തൽക്കാലം തടി തപ്പാൻ വേണ്ടി ആരെങ്കിലും പെടയ്ക്ക് ചാരി വെക്കണ പോലെ കൃപാസനത്തെക്കുറിച്ച് പറയരുത്. മറിച്ച് നിങ്ങൾ ദൈവസ്നേഹത്തോടെ പറയണം. എന്തിനാണ്? എന്തിനാ പ്രാർത്ഥിക്കണം ആ വ്യക്തിക്ക് വേണ്ടി? എന്താണ്? അമ്മേ, പരിശുദ്ധ അമ്മേ, ഞാൻ ഊട്ടുശാല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരവിടെ ചെല്ലുമ്പോൾ അമ്മ നീ അവളെ സഹായിക്കണം, അവരെ നിലനിർത്തി കൊടുക്കണം. അപ്പോഴ് അവർ നിന്നെ വിശ്വസിക്കുകയും നീ നേടിയെടുത്ത രക്ഷ, നിൻ്റെ രക്തത്തിൻ്റെ വില അവരും അനുഭവിക്കും. അങ്ങനെ നിൻ്റെ രക്തവും ഞങ്ങളുടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. നമ്മുടെ വിശ്വാസത്താൽ തിരിച്ചൊരു നീതീകരണമുണ്ട്. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളാൽ ദൈവം നീതീകരിക്കപ്പെടുന്നു. ശ്രുതികട്ടെ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ അതായത് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ അംഗീകരിച്ച് അവന്റെ തിരുമണത്തെ വിശ്വസിച്ച് ഉയർപ്പിൽ തിരുമണത്തെ പ്രഖ്യാപിച്ച് എന്താ പ്രഖ്യാപിക്കണത്? ക്രിസ്തു എനിക്ക് പകരക്കാരനായി മരിച്ചു എന്ന് ഞാൻ പ്രഖ്യാപിക്കണത്. അപ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്തു എന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ, അതാ മരണത്തെ പ്രഖ്യാപിക്കണമെന്ന് പറയണം. അപ്പോഴെന്ത് ചെയ്യും? അവൻ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. എന്താണ്? അവൻ്റെ മരണത്തിൽ പിതാവായ ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു. പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ നിറവേറ്റിയിരിക്കുന്നു. ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ്. എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്തോഷം കുരിശുമരണമാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഫലമായി ലഭിക്കുന്നത് വിടുതലും പാപമോചനവും നിത്യജീവിതവുമാണ്. കൈയടിച്ച് കർത്താവിനെ നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. മനുഷ്യൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ല, ബോധം കെട്ട് പോകും. അതല്ലേ ഇപ്പം ലിസി കോഴിക്കോടെന്ന് കടക്കാർ അവരുടെ കടയില്ലേ, ലിസി കോഴിക്കോടിന് സാക്ഷ്യത്തിൽ എന്താ പറയുന്നത്, അവരുടെ കാശ് നഷ്ടപ്പെട്ടു. അവർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ പ്ലാസ്റ്റിക് പേപ്പർ വാഴലയും അതുപോലെ തന്നെ മെഴുകുതിരിക്ക് തിരിയും ഒക്കെ അസംസ്കൃത പദാർത്ഥങ്ങൾ, പിന്നെ കൂടുകളൊക്കെ ഉണ്ടാക്കാനുള്ള ചെറുകിട വ്യവസായമാണ്. അപ്പം അത് പൈസയും കൊണ്ട് പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ അവർ കടം വാങ്ങിച്ചാണ് ഇവിടെ നാട്ടിൽ ഈ സാധനം കൊണ്ട് എത്തിയത്. പക്ഷെ അവർ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിയെന്നാണ് പറയണേ. എന്താണ് അബദ്ധം പറ്റിയത്? ഞാനങ്ങനെ കൂളായിട്ട് ഒറ്റക്ക് ജോലി ചെയ്ത് പോകുകയായിരുന്നു. തിരിയുണ്ടാക്കും, പേപ്പർ കൂടുണ്ടാക്കും, പേപ്പർ വാഴല കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യും, അത് വിതരണം നടത്തും. അങ്ങനെ ഒരു എൻ്റർപ്രനറായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു അതിബുദ്ധി തോന്നി. അങ്ങനെ തന്നെ അവർ പറയണത് അതിബുദ്ധി എന്ന് വെച്ചാൽ അവർ പറഞ്ഞത്, ഇത് എൻ്റെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? പരിശുദ്ധാത്മാവാണ് സബ്ജക്റ്റ്, ശ്രദ്ധിക്കണം. പക്ഷെ നമുക്ക് ഇങ്ങനെ കാറ്റഗറിക്കലായിട്ട് മാത്രം തിയറട്ടിക്കലായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഡൗൺ ടു എർത്ത് എപ്പോഴും ആധ്യാത്മിക ഭൗതിക മേഖലകളിൽ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയണം. അപ്പോൾ അവർക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ഉണ്ടായി, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്താ വിചാരിച്ച്, എനിക്കൊരു അതിബുദ്ധി തോന്നിയെന്നാണ്. അതിബുദ്ധി തോന്നിയ എന്താണ്? എനിക്ക് കുറച്ച് മെഷീനറിയൊക്കെ കൂടി വാങ്ങിച്ചാൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അകത്ത് ഷെയർ ഹോൾഡേഴ്സിനെ ചേർത്തതിൻ്റെ അകത്ത്. അതാണ് സംഭവം. അതിന് അവൾ പറയണത്, എനിക്കൊരു അതിബുദ്ധി തോന്നി, അതാണ് എൻ്റെ അബദ്ധം പറ്റിപ്പോയെന്നാണ്. അവസാനം ഇവളുടെ കയ്യിൽ നിന്ന് കാശ് പോയി കഴിഞ്ഞപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കച്ചവടവും ഫാക്ടറിയും ഒക്കെ അവിടെ എഴുതി കൊടുക്കേണ്ടി വന്നു. ഇവർ നയാ പൈസയില്ല, കണ്ണീരോടെ ഇറങ്ങേണ്ടി വന്നു. അവിടെ വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ വീട്ടിൽ അമ്മായിയമ്മയും ഭർത്താവും കൂടി ഇവരെ പുറത്താക്കി, ഭക്ഷണം കൊടുക്കാതെ. അങ്ങനെയാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പോയത്. ഒരു മനുഷ്യൻ തീർന്ന് വരണം കണ്ടില്ലേ? ഒരു നിമിഷത്തെ ഒരു ചെറിയൊരു ചാഞ്ചല്യം, ബുദ്ധിപരമായ ഒരു ചെറിയ ചാഞ്ചല്യം. ഈ ചാഞ്ചല്യം ഉണ്ടായാൽ നമ്മൾ നേടിയതെല്ലാം ആരുടെയെങ്കിലും ആയിപ്പോവും. ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ നേടിയതെല്ലാം ആരുടേതാകും? ടേക്ക് ദ ബെഡ് അപ്പ്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. ഫോഷ ഈ രാത്രി, അങ്ങനെ ഈശോ ചോദിക്കണം, ഫോഷ ഈ രാത്രി നിന്റെ ജീവൻ എടുക്കുന്ന പക്ഷം നീ നേടിയതെല്ലാം ആരുടേതാകും? ലൂക്ക 12:20. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഘോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാവും. ആത്മാവ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്താണ്? ആത്മാവിൻ്റെ ചേഞ്ചിങ് ആണ്. ഈ ആത്മാവിൻ്റെ ചേഞ്ചിങ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഉടമ്പടിക്കാർ പ്രത്യേകിച്ച്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ ചേഞ്ചിങ് നമുക്ക് തരുന്ന 2 ഫാക്കൽറ്റിക്കാണ് സംരക്ഷണം തരണത്. നമുക്ക് 2 ഫാക്കൽറ്റി ഉണ്ടല്ലേ? എന്തൊക്കെയാണ്? ഹാർട്ട്, വില്ലല്ലേ?
മനസ്സ്, പിന്നെ എന്താണ് ചിന്ത. ഈ 2 ഫാക്കൽറ്റി ഉണ്ടല്ലോ നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. ഇതിൽ തിയറി ഉണ്ടാക്കുന്നു, ഇത് പ്രാക്ടിക്കലിൻ്റെ ആണ്. ഇത് തിയറി ഉണ്ടാക്കും, സിദ്ധാന്തങ്ങളുണ്ടാക്കും, തിയറികളെ പ്ലാനുകളുണ്ടാക്കും. പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കുന്ന ബ്രെയിനും കൊണ്ടാണ്. പക്ഷേ പ്രയോഗിക്കണം എവിടെയാണ്? ഇച്ഛാശക്തി എവിടെയാണ്? ഹാർട്ടിലാണ്. 2 ഫാക്കൽറ്റിയാണ് വർക്ക് ചെയ്യണത്. ഈ 2 ഫാക്കൽറ്റിക്കും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. ഇവിടുന്ന് ആത്മാവ് എടുക്കപ്പെട്ടാൽ ഇതുണ്ടാക്കണ എല്ലാം കണ്ടം കൊണ്ടുപോകും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 4:6 ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്, എപ്പോഴും സന്തോഷമായിരിക്കുക. ഫിലിപ്പിയർ 4:6 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പൊ ദൈവത്തിന്റെ സമാധാനം എന്നവിടെ പറയുമ്പോഴേ ശരിക്കും പറഞ്ഞ സമാധാനം ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് എൻ്റെ അർത്ഥം. സമാധാനം അവിടെ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ് 5:19. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതാണ് ഉടമ്പടിയുടെ ഫലങ്ങൾ എന്ന് പറയണത്. ഇത് ഉടമ്പടിയുടെ ഫലങ്ങളോട് കണക്റ്റഡ് ആണ്. അതായത് ഉടമ്പടി എടുക്കുന്ന ആള് പിന്നെ ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. അതാണ് ഫിലിപ്പിയർ 4:6 പറയണത്. ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി ദൈവമായിട്ട് ബയലാട്ടർ എഗ്രിമെൻ്റിലായില്ലേ. അതാണ് ചിലർ പറഞ്ഞത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ധൈര്യം തോന്നിയെന്ന് പറഞ്ഞില്ലേ. ധൈര്യം മാത്രമല്ല, സമാധാനം തോന്നും. ധൈര്യവും സമാധാനവും ആരുടെ? അതായത് ഗലാത്യർ 5:22 അനുസരിച്ചുകൊണ്ട് ധൈര്യവും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ദാറ്റ് മീൻസ് വെൻ യു ഹാവ് ടേക്കൻ ദ കവനന്റ് യു ഫീൽ ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗിവൺ ടു യു. അതായത് നീ പരിശുദ്ധാത്മാവിനെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമോ സമാധാനം തോന്നിയാൽ യു ആർ ഇൻസ്പിരിറ്റഡ്, നിങ്ങൾ സ്പിരിറ്റിലായെന്ന അർത്ഥം. കാര്യം പിന്നെ എന്താ പ്രശ്നം? പിന്നെ ദൈവ എന്താ വചനം പറയുന്നതാണ്, നിങ്ങൾ ഒന്നിനേക്ക് ഫിലിപ്പിയർ 4:2 ഗലാത്യർ 5:22 പറയും, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പിന്നെ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ കാരണത്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. പിന്നെ എന്താ പറയണത്? എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കണം. അപ്പോൾ ദൈവം കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങളും തിരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഇന്ന് കുർബാനയ്ക്ക് പറഞ്ഞില്ലേ ഇല്ല, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാണ്. സിവിയർ കിഡ്നി പേഷ്യൻ്റ് എന്നാണ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്. എത്ര കൊല്ലമായി? കുറേ കൊല്ലമായി. ഇത് ഞാൻ സുന്ദരമായ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ഒരു 200 പേരെ വെച്ച് ഒരു ദിവസം കാണുന്നുണ്ട്. എല്ലാ എത്രയോ ജോലിയുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എല്ലാം ഡയറ്റാണെങ്കിൽ നിങ്ങളെ ഒരു ഭയങ്കര സിവിയർ ഡയറ്റാണ്. ഇതൊന്നും പ്രശ്നമല്ല. അതായത് നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം, എപ്പോഴും സന്തോഷിച്ചിരിക്കുക, ഇടതവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് കൃതജ്ഞത. നമ്മുടെ രോഗങ്ങളെ ഓർത്തുകൊണ്ടും കൃതജ്ഞത പ്രകാശിപ്പിക്കണം. ബൈബിൾ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. കാര്യം ബൈബിള് സത്യവേദ പുസ്തകമല്ലേ, അതുകൊണ്ട് സത്യമേ പറയത്തുള്ളൂ. കാര്യം നിനക്കൊരു പരാജയം വന്നു. ഇപ്പോൾ ആ പരാജയം വന്നാലും, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, കോവിഡ് വന്ന് ഈ കിഡ്നി രോഗമുള്ള എനിക്ക് കോവിഡും തന്ന്, ഇതെല്ലാം ആൾ തന്നെ. എനിക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അടുത്ത് നിന്നാണ് ഞാൻ ജോലി ചെയ്യണത്.
അപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ എന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റണമെന്ന് ഞാൻ പറയുമോ? ഞാൻ പറയത്തില്ല. എന്താ കാര്യം? ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത് കുരിശുരൂപത്തിലാണ്. അപ്പോൾ അതിൻ്റെ പങ്കാളിക്ക് മാത്രമേ കുരിശിനെ പ്രഘോഷിക്കാൻ പറ്റത്തുള്ളൂ. മാറിയുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കൂലിവേലക്കാരനാകും. ഞാൻ കൂലിവേലക്കാരനല്ല, ഞാൻ സ്വന്തമായിട്ട് വീട്ടുകാരനായിട്ടാണ് സുവിശേഷ വേല ചെയ്യണത്. അതെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് കിട്ടുന്ന പീഡാനുഭവങ്ങൾ ഓർത്ത് ഞാൻ വിഷമിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ സമർപ്പിച്ച് സമർപ്പിക്കും എന്നാ പറ്റും? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? അത് പൗലോസ് അതാണ്, വി ആർ ഫോളോയിങ് അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റി. അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റി ഒരു കുഴപ്പമുണ്ട്, അത് മരിയനല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൃപാസനം ഫോളോ ചെയ്യണത് അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റി ഫ്രം മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. കാര്യം അപ്പോസ്തലന്മാർക്കില്ലാതിരുന്ന ഒരു കൃപയുള്ളത്. അവർക്ക് മരിയനെക്കുറിച്ച് അത്രയും പിടിപാടില്ലായിരുന്നു. മരിയൻ റെഫറൻസ് കുറവല്ലേ? നടപടി പുസ്തകങ്ങളൊക്കെ മരിയൻ റെഫറൻസ് കുറവാണ്. ആ അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിയുടെ കൂടെയാണ് അപ്രതിരോധ്യമായ മരിയൻ സ്പിരിച്വാലിറ്റി കൂടി വരുമ്പോഴാണ് ഉടമ്പടി നിന്ന് ജ്വലിക്കണത്. ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ട സ്ത്രീക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? പിന്നീട് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ എന്താ ചെയ്തിരിക്കുന്നത്? അമ്മ പതുക്കെ അവൻ്റെ മക്കളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിത്തിൻ നോ ടൈം 3 മാസത്തിനുള്ളിൽ അവർ പഴയ പവറിലേക്ക് തിരിച്ചു വരും. പഴയ പവറിലേക്ക്. അപ്പം നീ ഒന്നും നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയെന്ന് പറയരുത്. നീ എന്ത് നഷ്ടപ്പെട്ടാലും നിൻ്റെ കയ്യിൽ നിന്ന് ഈശോയും അമ്മയും പോകാതിരുന്നാൽ മതി. അപ്പോൾ പരിശുദ്ധാത്മാവ് നിത്യം കുടികൊള്ളുകയും ചെയ്യും. പിന്നെ എന്താ അവർ പറഞ്ഞ കാര്യം എന്താ? എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ ഫിലിപ്പിയർ വായിച്ചില്ലേ? എന്താണ് ഫിലിപ്പിയർ 4:6 വായിച്ചില്ലേ? എന്താ വായിച്ചത്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, പിന്നെ എന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞ പ്രകാശിപ്പിക്കും. അപ്പം നിങ്ങളുടെ ധാരണകളെ അതിലേക്കിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചിന്തകളെ, ഹൃദയത്തെയും കർത്താവ് യേശുക്രിസ്തു കാത്തുകൊള്ളും. അപ്പം നമ്മുടെ ചിന്തയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ചിന്തയ്ക്കും നമ്മുടെ ഹൃദയത്തിനും 2 ഫാക്കൽറ്റിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഡീവിയേറ്റ് ചെയ്യുമെന്ന് പറയരുത്. ഉടമ്പടി എടുത്തിട്ട്, ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ എടുത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കടക്കാരെ കാണുമ്പോൾ നിങ്ങൾ വേറെ ഒരു അരുപി ഉണ്ടാക്കരുത്. മേടിക്കാമെങ്കിൽ മേടിക്കടാ, നിന്റെ തന്തോട് മേടിക്കടാ എന്നൊക്കെ പറഞ്ഞാൽ പണിയാവും. മനസ്സിലായി? ഉടമ്പടിക്കൊരു ജീവിത രീതിയുണ്ട്. ഉടമ്പടി ദാഠ്യത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും അരുവിയല്ല നിങ്ങൾ സ്വീകരിച്ചത്. എന്തിൻ്റെ അരുവിയാണെന്ന് പറയും? റോമ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. കൈക്കൊണ്ടിരിക്കുന്ന ആത്മാവ് എന്താണെന്ന് അറിയണം. അല്ല ദേഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ അശുദ്ധിയുടെയും അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ആ വിശുദ്ധ ജീവിതം തുടരുകയാണ് നമ്മൾ. പിന്നെ എന്ത് കടക്കാരും, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് ബേബി മിനി യോഹന്നാൻ, ഡൽഹിയിൽ നിന്ന്. മിനി യോഹന്നാൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഹസ്ബൻഡിന് 2-3 രോഗങ്ങളാണ്, തൈറോയിഡ്, ഷുഗർ, ജോലിക്ക് പോകാൻ പറ്റണില്ല. അവളാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ഡൽഹി 13 വർഷം വാടക താമസിക്കുക. എന്നിട്ട് അതിന് വാടക അടക്കാൻ പറ്റാതെ വരുന്നിട്ട് അവരൊന്ന് ഇണ്ടി വന്ന് ഇവർ തന്തക്ക് വിളിക്കുക, ഇറങ്ങിപ്പോകുന്നൊക്കെ പറയും. പക്ഷെ അവർ പറയുന്നത് കോവിഡ് കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് കോവിഡ് കാലത്താണ്. എന്താണ്? കടക്കാർ എൻ്റെ വീട്ടിൽ ആരും വരാറില്ല, വന്നവരെല്ലാം കടക്കാരാണെന്ന്. എനിക്ക് ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരോ അടുത്തിട്ട് എൻ്റെ വീട്ടിൽ ആരും വരാറില്ല. ആരെങ്കിലും വന്നാൽ അയാൾ എൻ്റെ കടക്കാരനായിരിക്കും. അയാൾ പറയുന്ന വർത്തമാനങ്ങൾ സഹിക്കാൻ പറ്റാത്ത വർത്തമാനം എന്നോട് പറയണത്. മനുഷ്യന്മാരിങ്ങനെ ജീവിക്കണം, ഓർക്കണം. ഇങ്ങനെ ജീവിക്കുന്നവരുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. എന്തിനാണ് സാക്ഷ്യം കേൾക്കണത്? നിങ്ങളുടെ സംശയം മാറാണ് സാക്ഷ്യം കേൾക്കണത്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയിട്ട് യോഹന്നാൻ അറിയിക്കുക. ഈശോ പറഞ്ഞില്ലേ,
മത്തായി 11:4. മത്തായി 11:4. യേശു പറഞ്ഞു, യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അപ്പൊ നിങ്ങൾ എന്താണ് അറിയിക്കേണ്ടത്? അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അപ്പൊ ഉടമ്പടി എടുത്ത വ്യക്തികളെ എന്താ കൈമാറേണ്ടത്? കേൾക്കുന്നതും കാണുന്നതുമാണ്. എന്താണത്? സാക്ഷ്യമാണ് കൈമാറേണ്ടത്. അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു സാക്ഷ്യം പോലും ഷെയർ ചെയ്യാത്ത ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് 0 റിസൾട്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബുദ്ധിയും ഇല്ലാത്തമെന്ന് ഉടമ്പടി എടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. കാരണം ഇത് കുറച്ച് ബുദ്ധിയും ബോധവും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാർക്കുള്ളതാണ്. ചുമ്മാ വല്ല പത്തികാനവും പാടി നടക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് നല്ല ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. ഇതെന്താ സംഭവം? ഇപ്പോൾ യോഹന്നാനി ഈ യോഹന്നാനെ അറിയിക്കാൻ പറഞ്ഞ എന്താണ്? അയാൾ ദിവ്യപുരുഷനായതുകൊണ്ടൊന്നും മാത്രമല്ല, അയാൾ അറിയിക്കാൻ പറഞ്ഞ അയാൾക്ക് സംശയമുണ്ട്. അതാണ് പ്രശ്നം. അയാൾക്ക് ക്രിസ്തുവിന് സംശയം പോരെ. വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞ പാർട്ടിയാണ്. ആരാണ്? യോഹന്നാൻ മാന്താന വലിയ ആനക്കാര്യം പറഞ്ഞ ആൾക്കാരാണ്. എന്താ പറഞ്ഞത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞ ഈ കക്ഷിയാണ്, പണ്ട് പറഞ്ഞതാണ്. ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ ജപ അടിക്കുകയാണ്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. വലിയ ഇതാ എന്നൊക്കെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:29 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1:29. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പോരെ. ഇങ്ങനെ പറഞ്ഞ ആളാണ് യേശു. രക്ഷകനാണെന്ന് പറഞ്ഞ ആളാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ് യഹൂദൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടപ്പോൾ അത് മനുഷ്യൻ്റെ കുഞ്ഞാടായിരുന്നു. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. മനുഷ്യരാശിയുടെ പാപങ്ങളാണ് മോചിക്കപ്പെടുന്നതെന്ന് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് യോഹന്നാൻ. പക്ഷെ അങ്ങേരെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ വിശ്വാസമൊക്കെ പോയി. എത്ര വലിയ പ്രവാചകനായാലും ഇപ്പോൾ സഹനങ്ങൾ വരുമ്പോൾ വിശ്വാസം പോകും. പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ മനുഷ്യർക്ക് സംശയം ഉണ്ടാവും. യോഹന്നാന് സംശയം ഉണ്ടായി. ഇത്രയും വലിയ ആകാൻ യോഹന്നാൻ 11:3 എടുത്ത്. മത്തായി 11:3 വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? എല്ലാം കളഞ്ഞു കുടിച്ച് വേറെ 0 പോയിന്റായി. ഞാൻ പറഞ്ഞു എണിയും പാമ്പും കളി പോലെ. യോഹന്നാൻ 99 വന്നിരിക്കുകയായിരുന്നു, 98 വന്നിരിക്കുകയായിരുന്നു. ചുമ്മാ ഒരു ജയിലിൽ കൊണ്ട് ഇട്ടപ്പോൾ ഒരു പാമ്പ് കൊത്തി കൊണ്ടുവന്ന് പുള്ളി 2 വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിനെ പോലും പുള്ളിക്ക് സംശയമാണ്. ഇത് 2 പേരെ പറഞ്ഞു വിട്ടിരിക്കണം ജയിലിൽ. എന്താ ചോദിച്ചിരിക്കണത്? വരാതിരിക്കുന്ന നീ തന്നെയാണോ? അതെ. അപ്പോൾ യേശു എന്തൊരു ക്ഷമയാണ്. ഞാനാണ് യേശു എന്ന് പറയുന്നേക്കാം. അപ്പോഴേ അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരോട് ഇനി സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ അവൻ എന്താണ് ഇത്രയും നാൾ പറഞ്ഞത്? ഇത്രയും എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പോൾ പടഞ്ചാഞ്ഞ എങ്ങനെയാണ്? അപ്പോൾ അവൻ നീലക്കുറുക്കനായിരുന്ന കരച്ചായത്ത് വീണ് കൃഷ്ണനായിട്ടിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ സഹനം വന്നപ്പോൾ എല്ലാം മറന്നു പോയാ എന്ന് ഞാൻ ചോദിച്ചേനാ. പക്ഷേ ഈശോ ചോദിക്കത്തില്ല. ഈശോ എന്താ പറയണത്? ഈശോ ദൈവികമായ ക്ഷമയും സൗമ്യതയും കൊണ്ട് പറഞ്ഞു, നിങ്ങൾ കാണുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക. എന്താണ്? സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അന്തർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുമ്പോഴും നിങ്ങൾ വായ്മൊഴിയായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ സംശയമുള്ളവർക്ക് സുവിശേഷം കൊടുക്കുകയാണ്. സംശയമുള്ളവർക്കെതിരെ സുവിശേഷമായി അവന് ബോധ്യമായി വിശ്വാസമായി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കൈയെടുത്ത് കർത്താവിനെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ
അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. അപ്പം നിങ്ങൾ സുവിശേഷം ഏകുകയാണ്. സുവിശേഷമായിക്കൊണ്ട് അത് സംശയമുള്ളവർക്കാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തുമാത്രം സാക്ഷ്യമാണെന്ന് ബേബിയില്ലേ, നമ്മുടെ മിനി യോഹന്നാൻ ഡൽഹി, അവരുടെ ജീവിതത്തിൽ തീർന്നല്ല. ഭർത്താവിന് ഷുഗർ രോഗം, പണിക്ക് പോകാൻ പറ്റണില്ല. അതുപോലെ തന്നെ അയാൾക്ക് തൈറോയിഡ്, വീട്ടിലിരിപ്പാണ്. മിനിയുടെ ജോലി പോയി. ഒരു ഹൗസിൽ പോലും ഹോം നേഴ്സ് പോലും ജോലി പോലും കിട്ടണില്ല. അങ്ങനെയൊക്കെ കടങ്ങൾ പെരുകി വാടക താമസിക്കുന്നു. അപ്പോഴും ഇവളെന്താ ചെയ്യണത്? അങ്ങനെയാണ് ഇവർക്ക് കൃപാസനത്തിൻ്റെ ലിങ്ക് കിട്ടിയത്. പിന്നെ എന്താ ചെയ്തിരിക്കണത്? പിന്നെ ഇരുന്നുകൊണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കും. സാക്ഷ്യം കാണിച്ച് സാക്ഷ്യം കേട്ട് അവസാനം ഓൺലൈൻ ഉടമ്പടി എടുത്ത്. നമുക്കറിയാമല്ലോ, നമുക്ക് ലൈറ്റ് അക്കാൻ്റെ പെയർ റിക്വസ്റ്റൊക്കെ അമ്മ തരുമ്പോഴും ഓൺലൈൻ ഉടമ്പടി തരുമ്പോഴും എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു, ഇത് നമ്മുടെ മറ്റേ തീർത്ഥാടന ഉടമ്പടി പോലെ വർക്കൗട്ട് ചെയ്യുവാന്ന്. ഇപ്പോഴതിൻ്റെ അതേപോലെ വർക്കൗട്ട് ചെയ്യണം. നേർച്ച വസ്തുക്കൾ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ തീരാൻ പോണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് അമ്മ മാതാവ് നീട്ടിയിട്ടിരിക്കണ കച്ചിത്തുറുമ്പാണ് ഈ സംഭവം. ഓൺലൈൻ ഉടമ്പടിയും തീർത്ഥാടന ഉടമ്പടി. ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിരിക്കണ. തീർത്ഥാടന ഉടമ്പടി കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ആ മാതാവ് അത് പാലിക്കണേ. തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞ വെച്ചിട്ട് പിന്നെ ഇരുന്നുകൊണ്ട് സാക്ഷ്യം കേൾക്കും. പിന്നെ എന്ത് ചെയ്യും? ഉടമ്പടി ധ്യാനം കേൾക്കും. ഈ രണ്ട് സംഭവം കേട്ടാൽ മതിയല്ല. ഉടമ്പടി ധ്യാനം, ഉടമ്പടി സാക്ഷ്യവും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വാസം നിറയും. ഇത് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നേരത്ത് ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറും. ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ്? ദൈവത്തിന്. വേറെ പ്രശ്നമൊന്നുമില്ല, സിമ്പിളാണല്ലോ ഇത്. നിങ്ങളിത് സാക്ഷ്യം കേട്ടും ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോൾ നിങ്ങൾ വിശ്വാസം നിറഞ്ഞ് നിങ്ങൾ അത് മറ്റുള്ളവർ കൈമാറും, ദൈവത്തിൻ്റെ വക്താവായി മാറും. അപ്പോൾ ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവം സംരക്ഷിക്കും. അവൾക്ക് നല്ല ശമ്പളമുള്ളൊരു ജോലി കൊടുത്ത അമ്മ ഞെട്ടിപ്പോവും. അതായത് വീട്ടിൽ വരുന്നവരെല്ലാം കടക്കാരാണെന്ന് പറഞ്ഞില്ലേ, കോവിഡിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞതെന്ന്. അങ്ങനെ അതായത് നുണ പറയാതെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായി. കാര്യം എന്താണ്? ക്രിസ്തു അത്രയും അവളിൽ നിറഞ്ഞിട്ടില്ലായിരുന്നു. ക്രിസ്തു നിറഞ്ഞു കഴിഞ്ഞപ്പോഴേ വിഷയം മാറും. പിന്നെ എന്താണ്? പിന്നെ നുണ പറയത്തില്ല, സത്യം പറയത്തുള്ളൂ. ഉള്ളതുപോലെ പറയും. എന്താണ്? ബാക്കി കർത്താവ് നോക്കട്ടെ എന്ന് പറയും. എൻ്റെ നുണ കൊണ്ട് തന്നെ ഞാൻ സംരക്ഷിക്കേണ്ട കാര്യമില്ല, കർത്താവിനെ സംരക്ഷിക്കട്ടെ. അപ്പോൾ അത് വിഷയം ആളെ വ്യത്യാസം വന്ന്. ഇതാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയണത്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം. അതുകൊണ്ടാണ് ധൃതിക്കൊന്നും ഉടമ്പടി ചെയ്യരുത്. പ്രാർത്ഥിച്ച് ഭംഗിയായിട്ട് അതൊരു സബരിയ പോലെ ആകണം. എന്നുവെച്ചാൽ വളരെ ശ്രദ്ധയോടെ ഒരു ബലിദാനം പോലെ വരണം. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് പറ്റുന്ന രീതി പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണത് ഉടമ്പടി. അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞ് അതൊരു 3 ഫേസ് പ്രോജക്റ്റാണ്. ഒന്ന് പ്രെയറുണ്ട്, അതിൻ്റെ അകത്ത് അത് പ്രെയറുണ്ട്. രണ്ടാമത്തെ എന്താണ്? സുവിശേഷ കൈമാറ്റമുണ്ട്. മൂന്നാമത്തത് എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള വേറെ ഏത് പ്രാർത്ഥനയുണ്ട്? വേറെ ഏത് പദ്ധതിയുണ്ട്? ഇത് 3 ഫേസ് പ്രോജക്റ്റാണ്. അതുകൊണ്ടാണ് ഇടിവെട്ട് സാക്ഷികൾ നടക്കാൻ കാരണം ഇതാണ്. ഇപ്പോൾ ഇതെന്താ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ അതായത് ബിൻസി ജോഷുവ, ഈ ആത്മഹത്യയുടെ സാക്ഷ്യമാണ് പറക്കണത്. പക്ഷേ അത് പറന്നില്ലായിരുന്നെങ്കിൽ പറക്കാൻ സാധ്യതയുണ്ടായിരുന്നത് ബിൻസി ജോഷുവ. എനിക്കിഷ്ടപ്പെട്ടത് ബിൻസി ജോഷുവയുടെ സാക്ഷ്യമാണ്. എന്താ പ്രശ്നം വെച്ചാൽ ഇവൾ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയുടെ ബ്ലെസ്സിങ് എങ്ങനെ അതൊരു ബ്ലിസ്ഫുൾ ആന്തരികതയാണ്. അതായത് അവൾ പ്രഗ്നൻ്റ് ആവും. പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഡോക്ടർ പറയും, ഇത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിനെ 4 ഹൃദയത്തിൽ 4 അറയില്ലേ, അതിൽ 2 അറയില്ല. ചുളുങ്ങിയിരിക്കുക, ചുങ്ങിയിരിക്കുകയാണ്. ഉള്ളതില്ലാത്ത കണക്കാണ്. പിന്നെ 2 അറയാണുള്ളത്, അത് വർക്കൗട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ചില നാളികൾ ജാമാണ്. അപ്പോൾ കുട്ടി അകത്ത് കിടന്ന് മരിച്ചതുപോലെ കിടക്കുകയാണ്. അപ്പോൾ കുട്ടി ശ്വസിക്കണത് അമ്മ ശ്വസിക്കുന്നത് കൊണ്ട് അമ്മ എടുക്കുന്ന ഓക്സിജനാണ് കുട്ടിക്ക് കിട്ടണത്. അതുകൊണ്ടാണ് ഇപ്പം കുട്ടി വയറ്റിൽ ജീവനുള്ളതുപോലെ കിടക്കണം. അപ്പോൾ ഡോക്ടർ പറയും എത്രയും വേഗം തന്നെ അബോർട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നിങ്ങളും ചത്തുപോകുമെന്ന് പറയും.
അപ്പോഴേ ഈ ബിൻസി പറയും, ഇത് ഞങ്ങളായിട്ട് അതിൻ്റെ മേൽ കൈവെക്കത്തില്ല ഡോക്ടറെ. ഈശോ അത് മരിച്ചു കഴിഞ്ഞ് ഈശോ എന്താ വെച്ചാൽ ചെയ്യട്ടെ, വിളിക്കട്ടെ. അതാണ് വിശ്വാസത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത്. അത് നിലപാടാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞതല്ലേ, അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. ഈ ബിൻഷി ജോഷുവയുടെ നിലപാടെന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല നിലപാടിലൊന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയറ്റിൽ കിടക്കുകയാണ്, കൊച്ചു മരിച്ചു കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, നിങ്ങൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണ് അതിൻ്റെ കേട്, ഹോസ്പിറ്റലിൻ്റെ പേര് പോകും, അത് നിങ്ങൾക്ക് ഇറങ്ങിത്തരണം. അപ്പോൾ ഈ ഗർഭിണിയെ അവർ ഇറക്കി വിടും. അതാ സംഭവം. വേറെ ഹോസ്പിറ്റൽ വരുമ്പോഴും സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ, ഫോർത്ത് ഒപ്പീനിയനൊക്കെ എല്ലാം പറയണത് കുട്ടി എടുത്ത് കളയണം എന്ന് പറഞ്ഞു. പക്ഷേ ബിൻസി പറഞ്ഞ് എടുത്ത് കളയേണ്ടത് കർത്താവാണ്, ഞാനല്ലെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. വിശ്വാസം ജീവിക്കണില്ലേ ആൾക്കാരെ? അത് കേൾക്കണ്ടേ നമ്മൾ? അതായത് വിശ്വാസം ജീവിക്കാൻ ആൾക്കാർ. അപ്പോൾ എടുത്തു കളയാതെ എന്നിട്ട് ബിൻസി പറയില്ല. എന്താ പ്രശ്നം വെച്ചാൽ ഇവള് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ കൊച്ചിന് 400 ഗ്രാമായിരുന്നു തൂക്കം. അതാ ബിൻസി കിട്ടിയ ഒരു ഉറപ്പതാണ്. കൊച്ചിൻ്റെ തൂക്കം 400 ഗ്രാമായിട്ട് മാറണില്ല. ഇത് എങ്ങനെയാണ് ഹാർട്ട് ശ്വസിക്കാത്ത കൊച്ചിന് എങ്ങനെ തൂക്കം വെക്കണത്? വെക്കത്തില്ല. 2 അറ ഇല്ലല്ലോ. ഹൃദയത്തിന് 2 അറ, 4 അറയിൽ 2 ഇല്ല, 2 എണ്ണമേ ഉള്ളൂ. അതിലൊരെണ്ണം വർക്ക് ചെയ്യണത് എൻ്റെ വാൽവിന് കേടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മോർട്ടൽ ആയിട്ടുള്ള പ്രശ്നം, മാരകമാണ് പരിപാടി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കണ ഉടനെ മാതാവ് ഒരു അടയാളം കാണിക്കും. അതാണ് ഞാൻ അടയാളം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 3 ആഴ്ചക്കുള്ളിൽ കൊച്ചിൻ്റെ തൂക്കം 400 കൂടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ കൂടാൻ ന്യായമില്ല. വൈദ്യശാസ്ത്രമല്ലേ, കറക്റ്റല്ലേ അവർ പറയണത്, ഇങ്ങനെ കൂടാൻ ന്യായമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അപ്പോഴും ഡോക്ടർ കൊച്ചിനെ എടുത്ത് കളയാൻ തന്നെയാണ്, 4ാമത്തെ ഡോക്ടറാണേ. പക്ഷേ ബിൻസി അത് ജിൻസി അത് സമ്മതിക്കത്തില്ല. ബിൻസി അങ്ങനെ വന്നപ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ നിലപാടാണ്. നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന മാത്രമല്ല അറിയാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, സങ്കടത്തോടെ പറയാം. ഈ ഉടമ്പടി എടുക്കുന്നത് 70% പേരും ചുമ്മാ പ്രാർത്ഥനാ തൊഴിലാളികളാണ്. ചുമ്മാ ഏതെങ്കിലും ഇഷ്ടത്ത് മൂഴിന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഒപ്പിച്ച് പോകുന്ന ഭിക്ഷാന്തികൾ, അനുഗ്രഹത്തിൻ്റെ വറ്റിപ്പഴപ്പ് ഭിക്ഷാന്തികളാണ്. നിങ്ങൾ അങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവം എന്താ? തൂക്കി നോക്കണതാണ്. ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞവളായി കാണപ്പെട്ടു എന്ന് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഈശോ പറയുമ്പോൾ നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ ദൈവത്തിനെ അളക്കാൻ പോയാൽ, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് പഴയ ആൾക്കാർ തന്നെ നിലനിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവൾ അങ്ങനെയല്ല. ഇവൾ വിശ്വാസത്തിൽ നിലപാടുള്ള സ്ത്രീയാണ്. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ 8ാം മാസമായപ്പോൾ കൊച്ചിൻ്റെ തൂക്കം 3500ആയി. അപ്പോൾ ഡോക്ടർ പറയും, ഇനിയിപ്പോൾ 3500 ആയില്ലേ, ഇനിയിപ്പോൾ സിസേറിയൻ എടുക്കണമെന്ന് പറയും. സിസേറിയൻ. പക്ഷേ സിസേറിന് വേണ്ടി ആശുപത്രി പ്രവേശിപ്പിച്ച്, ഇത് സംഗതി റിസ്ക് തന്നെയാണല്ലോ. ഹാർട്ടിന് അതേ രൂപത്തിൽ പോവുകയാണ്, പഴയ രീതിയിൽ തന്നെ പോവുകയാണ്. ഇവളുടെ ഒറ്റ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. ഇത് അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കൊച്ചിനെ സിസേറിയൻ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പോയി. അമ്മയുടെ പോക്ക് എന്ന് വെച്ചാൽ 1% മാത്രം അമ്മയ്ക്ക് സാധ്യത, 99% കൊളാപ്സായി. അപ്പോൾ ഈ ജിൻസി പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകണത് എനിക്ക് കാണാമായിരുന്നെന്ന്. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകണം എനിക്ക് കാണാമായിരുന്നു. അതിശീഘ്രം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ കൈകൾ, മാതാവിൻ്റെ കൈ വന്ന് എന്നെ കടന്നു പിടിച്ചു, എന്നെ തിരിച്ചു വലിച്ചുകൊണ്ട് വന്നെന്ന്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ വേറൊരു ആശുപത്രി കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈ സാക്ഷ്യമാണ് ഇന്നത് ഈ ആഴ്ചയിലെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം. അത് മറ്റേ സാക്ഷ്യവും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറയണത് മരിച്ചുപോയ ഒരാളെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്ന മാതാവിൻ്റെ കൈകൾ. ഞങ്ങളെപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ, ഞാനും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട്, പ്രധാനപ്പെട്ട സഹപ്രവർത്തകർ ഞാൻ പറയും, അമ്മയ്ക്ക് ആത്മാവിൻ്റെ മേലും അധികാരമുണ്ടെന്ന് പറയും. കാര്യം എന്താണ്?
ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയാണ് അവർ. അതാണ് അവർ മുട്ടിത്തെരിപ്പിക്കപ്പെട്ടവന്മേൽ ധ്യാനിക്കാൻ പറയുമ്പോൾ രാജാധികാരമല്ലേ. ഭൂമിയുടെ മേലും സ്വർഗത്തിൻ്റെ മേലും രാജാധികാരമാണ്. ഭൂസ്വലോകങ്ങളുടെ മേൽ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെട്ടവന്മേൽ ധ്യാനിക്കുക എന്നല്ലേ പറയണത്. അതാണ് നമ്മൾ ധ്യാനിക്കണത്. കത്തോലിക്കൻ ധ്യാനിക്കണതിലാണ്. എന്താണ്? ഭൂസ്വലോകങ്ങളുടെ മേൽ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെട്ടവന്മേൽ രാജാധികാരമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ കർത്താവിന് നിനക്ക് സമയം നീട്ടിത്തരാൻ പറ്റും. അത് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആത്മാവിനെ തിരികെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ ശരീരത്തിലേക്ക് പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വേറെ ഒരു ഹോസ്പിറ്റലാണ് ഇവർ നിൽക്കുന്നത്. ആ കൊച്ചിനെയും കൊണ്ടുവന്ന് സാക്ഷി പറയുമ്പോൾ ഈ കൊച്ചിനെയാണ് 4 ആശുപത്രിക്കാർ കൊല്ലണമെന്ന് പറഞ്ഞത്. ഇവരുടെ ഒരൊറ്റ വിശ്വാസത്തിലാണ്. ഈ വിശ്വാസം ഇങ്ങനെ ശക്തമായത് കാരണമാണ് മരിച്ചിട്ടും ഇവരെ തിരിച്ചുകൊണ്ട് വരണത്. എൻ്റെ മക്കളെ, വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയണത് അതാണ്. മരിച്ചാലും ദൈവം നിന്നെ തിരിച്ചുകൊണ്ട് വരും. അത് നിൻ്റെ കടമായാലും തകർച്ചയായാലും രോഗമായാലും നീ ചിഹ്നമായി പോയി കഴിഞ്ഞാലും, നിൻ്റെ കുട്ടികൾ നിന്നെ വെറുത്താലും, നിൻ്റെ ഭർത്താവ് നിന്നെ വെറുത്താലും, നിൻ്റെ സമൂഹം നിന്നെ വെറുത്താലും, നീ തന്നെ വലിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതി ചെന്ന് വീണാലും, എൻ്റെ ദൈവവേദലെ മാതാവിൻ്റെ മധ്യസ്ഥത യേശുനാമത്തിലാണ് നീ വിശ്വസിക്കണമെങ്കിൽ, നീ ജയിലിൽ കിടന്നാലും ശരി, ഇനി തിരിച്ചു പോകാൻ നിൻ്റെ വീട്ടുകാർ നിന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ശരി, നിൻ്റെ ദൈവം നിന്നെ തിരിച്ചെടുക്കും, തിരിച്ചുകൊണ്ട് പുനഃസ്ഥാപിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ജീവനെന്നും അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ പറഞ്ഞ ഡൽഹിക്കാരത്തെ മിനിയില്ലേ, മിനിയുടെ ഒരു സാക്ഷി എന്താണെന്നറിയാവോ? അവളുടെ സാക്ഷ്യം, അവൾക്ക് മരുന്ന് മേടിക്കാൻ, ഒരു ക്രോസ് മേടിക്കാൻ പോലും കാശില്ലാത്ത ഒരു ദിവസം വന്ന് അടുത്ത വീട്ടിൽ പോയി എരവ് മേടിച്ചാണ് പനി വന്നപ്പോൾ ക്രോസും കഴിച്ചത്, ഭർത്താവിന് കൊടുത്തത്. പക്ഷെ ഇവളുടെ രോഗം എന്താ? ഗർഭപാത്രം ഇറങ്ങി വന്ന് ഹെർണിയയിലേക്ക്, അതാണ് രോഗം. ബ്ലീഡിങ്, വല്ലാത്ത ബ്ലീഡിങ്. അവളെന്താ ചെയ്തിരിക്കണത്? അപ്പോൾ ഇനി മരുന്നിന് ആശുപത്രി പോകാൻ പൈസ ഇല്ല. അവിടേക്ക് ആശുപത്രി പോകാനുള്ള അവസ്ഥ അറിയാമല്ല. പൈസ കിട്ടാനും മാർഗ്ഗമില്ല, ജോലിക്ക് പോകാനും പറ്റണില്ല, ഭർത്താവിനും ജോലിയില്ല, ഭാര്യയ്ക്കും ജോലിയില്ല. രോഗമാണ് താനും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, വല്ലാത്ത ബ്ലീഡിങ്ങും. അവൾ ഉടമ്പടി ധ്യാനം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഉദരരോഗമുള്ളൊരു വയറ്റിൽ കൈവെക്കാൻ പറഞ്ഞു. അവൾ അതൊരു ആർത്തിയോടുകൂടി വിശ്വാസപ്രമാണം ചൊല്ലി വയറ്റിൽ കൈവച്ചോടുകൂടി ബ്ലീഡിങ് പൂർണ്ണമായിട്ട് തീർന്ന്. പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വേദന 4ാമത്തെ ദിവസമാണ് വേദനയില്ലാതെ ബ്ലീഡിങ് നിന്നപ്പോൾ നോക്കിയപ്പോൾ ഗർഭപാത്രം എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങി വന്നത് അതുപോലെ മേലോട്ട് കയറിപ്പോയി. അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിൽ ഞങ്ങളെ വഴി. സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ട് എത്രയും വേഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എപ്പോൾ സാക്ഷ്യം കേട്ടാലും നിങ്ങൾക്ക് ഒരു മുടക്കും ഇല്ലല്ലോ. കർത്താവ് നാളെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിനക്കൊരു മുടക്കില്ല. ഞാൻ തന്നെ ഈ തള്ളവല്ല കൊണ്ടൊന്ന് കുത്തിയാൽ പോരായിരുന്ന, അതുപോലും കുത്താൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് ക്രിസ്ത്യാനി, നീ എന്ത് വിശ്വാസി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പം ദൈവത്തിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി കർത്താവിനെ അറിയാത്ത അറിയട്ടെ, അറിഞ്ഞവരെ ആഴപ്പെടട്ടെ.
ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നീ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ വളർച്ച ദൈവം കാണട്ടെ. കൈയിട്ടിച്ച് കർത്താവിനെ ഞങ്ങളെ പ്രേക്ഷിതരാക്കണമേ. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രവൻ ദൈവമെന്നും. ശരീരഭാഗങ്ങളിൽ രോഗമുള്ളിടത്തൊക്കെ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയില, ശിരസ് രോഗികളെ കണ്ണ് കാത് കേൾക്കാനില്ലാത്തവർ, അഡിനോയിഡിൻ്റെ രോഗമുള്ളവർ, മൂക്കിൽ ദിശ വളരുന്നവർ, നിർത്താത്ത പനിയുള്ളവരൊക്കെ എല്ലാം തലയിലും കൈവെക്കുക. ശ്വാസകോശ രോഗികൾ, നെഞ്ച് രോഗികൾ, ഹൃദയ രോഗികളെല്ലാം നെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികൾ, ഉദര രോഗികൾ, കുടൽ രോഗികൾ, പിസിയോഡ് രോഗികൾ, പിസ്തുല രോഗികൾ, ആരിസസ് രോഗികൾ, അൾസർ രോഗികൾ അടിവയറ്റിൽ കൈവെക്കുക. കുറേ അധികം രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൈ സ്വസ്തികയായി വെച്ച് ശരീരം മുഴുവൻ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിന് വെച്ചുകൊണ്ട് പൊതിഞ്ഞു കെട്ടി കർത്താവിനെ ഉപയോഗിപ്പിക്കുക. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവിന് വലത് കരം, ഇടത് തിരുമുറുവാർന്ന വലത് കരം നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ദിവ്യകുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, രക്തവാദക്കാര്, വാദരാമവാദമുള്ളവര്, കർത്താവെ അവരെ സുഖങ്ങളെ സ്പർശിക്കണമേ. കർത്താവ്, രക്തത്തിൻ്റെ അസുഖമുള്ളവര്, രക്തം പോക്കിന് അസുഖമുള്ളവര്, കൺട്രോളില്ലാതെ മൂത്രം പോകുന്നവര്, മലം പോകുന്നവര്, വല്ലാതെ കൈയുള്ളം പോലെ വിയർക്കുന്നവര്, കർത്താവ് സ്പർശിക്കണമേ. കർത്താവെ, കണ്ണ് വേദനയുള്ളവര്, ശിരസ് വേദനയുള്ളവർ, അതിൻ്റെ മൂലകാരണങ്ങൾ, കണ്ണിന് കാഴ്ചയുള്ളവർ, കാഴ്ചക്കുറവുള്ളവർ, കർത്താവ് സ്പർശിക്കണമേ. കർത്താവ്, സ്പണ്ടിലോസ് രോഗികൾ, പ്ലീഹായുടെ അസുഖമുള്ളവർ, അവർ സ്പർശിക്കണേ. കർത്താവ്, ഈശോയെ, സ്പൈനൽ കോഡിനെ സ്പർശിക്കണമേ. സ്പൈനൽ കോഡിനെ സ്പർശിക്കണമേ. കർത്താവ്, പേശികളെ വാദമുള്ളവരെ സ്പർശിക്കണമേ. കർത്താവ്, ഈശോയെ, കിതപ്പ് രോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുടി കൊഴിഞ്ഞു പോകുന്നവർ സ്പർശിക്കണ. കർത്താവ്, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, സിസ്റ്റ് രോഗികൾ, കുടലിൽ, കരളിൽ, ആന്തരിക അവയവങ്ങളിൽ സിസ്റ്റുള്ളവർ, കർത്താവ്, കൈപൊക്കാൻ പറ്റാത്തവർ, നടക്കാൻ പറ്റാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവർ, ഉറക്കം നഷ്ടപ്പെടുന്നവരെ സ്പർശിക്കണ. കർത്താവ്, ത്വക്ക് രോഗികളെ സ്പർശിക്കണ. കർത്താവ്, ഉള്ളം കാലം മുതൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, എല്ലാ സർവ്വവിധ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ വരേണമേ, എന്നിൽ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. വരേണമേ, എന്നിൽ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകൾ രണ്ട് കൈ നെഞ്ചിൽ പത്തുക. എന്തിനാണെന്നറിയാവോ? വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ജോലി താമസിക്കുന്നവര്, പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതാൻ പോകുന്നവര്, വിദേശത്ത് ഓഫർ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര്, വിസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, സ്വന്തം വ്യവസായങ്ങൾ നിന്ന് പോയവർ, നഷ്ടമായിക്കൊണ്ടിരിക്കുന്നവർ, ഓർഡർ ലഭിക്കാത്തവർ, സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർ,
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെ, തെറ്റായ വിഷയം എടുത്തതെന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കാതിരിക്കുന്നവരെ, തെറ്റായ പ്രണയബന്ധങ്ങളെ കുറുക്കി കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അന്യരാജ്യങ്ങളിൽ പോയി കുടുങ്ങിപ്പോയവരെ, അവർക്ക് ജോലി കിട്ടാതിരിക്കുന്നവരെ, അവിടെ വിസ പുതുക്കാൻ പറ്റാതിരിക്കുന്നവരെ, അവരെ കെട്ടിലായിപ്പോയവരെ, ജയിലിലായിപ്പോയിട്ടുള്ളവരെ, നാട്ടിൽ ജയിലിലായിരുന്നവരെ, പകോടുപടി നടക്കാത്തവരെ, വഴി കിട്ടാത്തവർ, വെള്ളമില്ലാത്തവർ, വീടില്ലാത്തവരെ, വാടകയ്ക്ക് താമസിക്കുന്നവരെ, കലഹങ്ങളിലിരിക്കുന്നവരെ, ഒറ്റയ്ക്ക് അതുപോലെ ഒറ്റയ്ക്കും പാട്ടത്തിന് താമസിക്കുന്നവരെ, കോടതി കേസ് പറഞ്ഞിരിക്കുന്നവരെ, കേസ് നടന്നുകൊണ്ടിരിക്കുന്നവരെ, നല്ല വിധിന്യായം പ്രതീക്ഷിക്കുന്നവരെ, എല്ലാം മക്കളില്ലാത്തവരെ, കല്യാണം ഒത്തുവരാത്തവരെ, ജോലി ഇല്ലാത്തവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവിധങ്ങളായ ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. കൊല്ലം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈ കുർബാന, ഈ അടിസ്ഥാന, ഈ ആൾത്താരെ പ്രത്യക്ഷ മാതാവിന്റെ മധ്യസ്ഥത്തിലെ ഈ ആൾത്താരെ പിറന്ന 10,000 ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദിക ദുരിതങ്ങൾ, തീരാദുരിതങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തില് നിർവീര്യമാകട്ടെ. സൗഖ്യം നൽകണമേ. നിൽക്കുക. മൗനമായി കണ്ണുകളടച്ച് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ പുതുക്കിയവരും പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി എടുത്തവരും ഇവിടെയുള്ള തീർത്ഥാടനത്തിൽ ഇവിടെ ഉള്ളവരും ഓൺലൈനായി ഈ ആരാധന കൂടുന്നവരും അവിടെ ഉടമ്പടി വിഷയങ്ങൾ അൾത്താരെ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിനോട് കർത്താവ് യേശുക്രിസ്തുവിന്റെ അമ്മ മാതാവിന്റെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ